കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജു തോമസ് അവറുകൾ, അതുപോലെ തന്നെ നമുക്ക് മുൻപേ വചനം ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസൻ, എല്ലാ ദൈവദാസന്മാർ, എല്ലാ ദൈവജനത്തിനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശേഷാൽ ഇങ്ങനെ ഈ ഒരു അവസരം ഈ ചർച്ചിൽ ദൈവം ഞങ്ങൾക്ക് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിന് മുഖാന്തരമായി തീർന്നത് പാസ്റ്റർ എൽ തങ്കച്ചൻ അവറുകളാണ്. ആ കർത്താവിൻ്റെ ദാസനുമായി ഞങ്ങൾ ബഥേൽ ബൈബിൾ കോളേജിൽ ഒന്നിച്ച് പഠിപ്പാൻ ദൈവം അവസരം തന്നു. മാത്രമല്ല, ഞങ്ങൾ ഒന്നിച്ച് കർത്താവിൻ്റെ ദാസൻ ഇവിടോട്ട് വരുന്ന ആ സമയങ്ങളിൽ അവസാനം കൊട്ടാരക്കര സെക്ഷനിൽ രാവണീശ്വരം സഭയിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കാൻ ഇടയായിത്തീർന്നു. അന്ന് ഞങ്ങൾക്ക് കൂടുതൽ എടുക്കുവാനും അറിയുവാനും ഒക്കെ ഇടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസി കുഞ്ഞുങ്ങൾ ഞങ്ങളെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണ്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ മഹത്തുള്ള സഭയിൽ നിന്ന് പ്രിയ തങ്കച്ചൻ പാസ്റ്റർ സഹോദരങ്ങൾ, അതുപോലെ തന്നെ മറ്റേ പ്രിയ സച്ചാൻ, അവരെല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ പരിചയമുള്ള ചിലരോടൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ കണ്ടപ്പോൾ എനിക്കൊരു പരിചയം തോന്നി. ദൈവത്തിന് സ്തോത്രം. പക്ഷേ കർത്താവിൻ്റെ ദാസന് എന്നെ അറിയാമായിരുന്നു. ഞാൻ വേറൊരാളെയാണ് ഉദ്ദേശിച്ചത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ്റെ പിതാവ് പ്രിയ ജോയിച്ചാൻ, പ്രദേശ് രായിച്ചാൻ്റെ കൊട്ടാരക്കര ഒരു സ്നേഹിതനായിരുന്നു. അദ്ദേഹം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2-ലധികം പ്രാവശ്യം ചെങ്ങമനാട് അസംബ്ലി ബോർഡ് സഭയിൽ വന്ന് ശുശ്രൂഷിപ്പാൻ്റെ കൊണ്ടം ഇടയായി തീർന്നു. ഈ കർത്താവിൻ്റെ ദാസനെ ഞങ്ങൾ ഒരിക്കൽ രായിച്ചാൻ്റെ ഭവനത്തിൽ വെച്ച് കണ്ടു എന്ന് ഞാൻ ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ പ്രിയ തങ്കച്ചൻ പാസ്റ്ററുടെ മക്കൾ, ആൺമക്കൾ, സ്തോത്രം, ടോം ഫിലിപ്പ്, മറ്റേ ബ്രദർ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. ദൈവാത്മാവ് സഹായിക്കട്ടെ. ഞാൻ കൊട്ടാരക്കര സെക്ഷനിൽ ചെങ്ങമനാട് എന്ന സഭയിൽ ശുശ്രൂഷയിലായിരിക്കുന്നു. ചില വർഷങ്ങളായി അവിടെ ആയിരിക്കുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് ഈ കഴിഞ്ഞ മാസം 14-ാം തീയതി ദേശത്ത് വരുവാനിടയായി തീർന്നു. ഞങ്ങൾക്ക് 2 മക്കൾ, അവർ ഈ ദേശത്ത് ആയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അതും ഓർത്ത് ദൈവത്തിന് മഹത്വം കരയിക്കുന്നു. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. മുഖവര പറഞ്ഞ് പോകുവാൻ സമയമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. നാം ദൈവ സാന്നിധ്യത്തിലാണ് ആയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം, പരിശുദ്ധാത്മാവാണ് നമ്മെ നയിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് ആരംഭത്തിൽ ശുശ്രൂഷിച്ചു. ഇതിനു മുമ്പും കർത്താവിൻ്റെ ദാസൻ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് ശുശ്രൂഷിച്ചു. അപ്പം ഞങ്ങൾ 3 പേരും ഒന്നും നേരത്തെ കണ്ടിട്ടേ, ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ കണ്ടിട്ടുണ്ട്, അല്ലാതെ ഈ ദിവസങ്ങളൊന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ തയ്യാറാക്കുന്ന വചനം, ദൂത്, പരിശുദ്ധാത്മാവ് തന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മെ നയിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ നടത്തിപ്പുകാരൻ. പരിശുദ്ധാത്മാവാണ് നമ്മുടെ നായകൻ. പലപ്പോഴും നമ്മൾ അത് അറിയാതെ പോകുന്നുണ്ട്. പ്രിയമുള്ളവർ, സ്തോത്രം. നാം അത് അവഗണിച്ചാണ് പലപ്പോഴും മുൻപോട്ട് പോകുന്നത്. ഒരുപക്ഷെ നമ്മൾ സ്ഥിരം ആരാധനയ്ക്ക് വരുന്നു, സ്ഥിരം വചനം കേൾക്കുന്നു, സാധാരണ ഒരു പ്രസംഗമായിട്ട്, ആലോചനയായിട്ട്, വാക്കുകളായിട്ട് നമ്മൾ തള്ളിക്കളയുന്നു. ഒരതിഥിയായി ദൈവദാസൻ വന്നാലും വേണ്ടതുപോലെ എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ടോ? സാക്ഷാൽ ദൈവവചനമായിട്ട് തന്നെ, ദൈവത്തിൻ്റെ ആലോചനയായിട്ട് തന്നെ, ദൈവ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹം. 1-2 വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ ആരെങ്കിലും ഒരാളെന്ന് വായിച്ചാട്ടെ. ആവർത്തന പുസ്തകം 4-ന്റെ 7-8 വാക്യങ്ങൾ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ഈ സകല ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠ ജാതിയേതും. മതി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ 2 കാര്യമാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ
ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ഈ സകല ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മൾ ആരാണ്, നമ്മുടെ ദൈവം ആരാണ് എന്ന് ഈ വാക്യത്തിൽ പറയുകയാണ്. നമ്മുടെ ദൈവം എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ ഇത്ര അടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് ഏറ്റവും അടുത്തിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം സക്കറിയാവിന്റെ നോടുള്ള ബന്ധത്തിൽ ആചോദന കേൾക്കുവാൻ കൊണ്ട് അവിടെയായി തീർന്നല്ലോ. 42-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ദൈവം എവിടെ എന്നവർ എന്നോട് നിത്യം പറയുന്നതുകൊണ്ട്. അവരിടവിടാതെ നിന്റെ ദൈവം എവിടെ എന്ന് അവനോട് എന്നും ചോദിച്ചുകൊണ്ടിരിക്കുക. സക്കറിയാവിനോട് ഒരുപക്ഷെ ചോദിച്ചു കാണും, നീ ഒരു പുരോഹിതനല്ലേ, നിന്റെ ദൈവം എവിടെ? നിന്റെ പ്രാർത്ഥനയ്ക്ക് എന്തേ മറുപടി തരാത്തത്? നിന്റെ ദൈവം എവിടെ എന്ന് അവനോടും ഒരുപക്ഷെ ചോദിച്ചു കാണും ആരെങ്കിലും. ഒരുപക്ഷെ പരസ്യമായി ചോദിച്ചിട്ടില്ലെങ്കിലും രഹസ്യമായിട്ടെങ്കിലും അവരുടെ ഉള്ളത്തിലെങ്കിലും ചോദിച്ചു കാണും, അവന്റെ ദൈവം എവിടെ? അവൻ പ്രാർത്ഥിക്കുന്നവനല്ലേ? അവനൊരു ഭക്തനല്ലേ? അവനൊരു പുരോഹിതനല്ലേ? എന്തുകൊണ്ട് അവന് മറുപടിയില്ല? ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മളത് കേട്ടു പ്രിയമുള്ളവരെ. സക്കറിയാവ് ദൈവത്തിന്റെ ദൂതനെ കണ്ടു. അവൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. അവന് ദൈവം വാഗ്ദത്തം നൽകി. അതിനോടുള്ള ബന്ധത്തിൽ ആ വചനത്തിൽ ഒരു വാക്യം, ഒരു ഭാഗം എന്റെ ശ്രദ്ധയിൽ വന്നത് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം. അതിന്റെ ലൂക്കോസ് സുവിശേഷം 19-ാം വാക്യത്തിൽ, അതിന്റെ അവസാന 19-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ പ്രിയ ദൈവവൈതലെ, നമ്മൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ദാസന്മാരിലൂടെ നാം കേൾക്കുന്ന ആലോചന മാനുഷികമല്ല. വെറും ഒരു ശബ്ദമായിട്ടോ അവരുടെ ബുദ്ധിയിൽ ചിന്തയിൽ വന്ന ആലോചനയായിട്ടോ തള്ളിക്കളയുവാനുള്ളതല്ല. പ്രാർത്ഥനയോടെ, ഭക്തിയോടെ, ആവലോടെ, വാഞ്ചയോടെ ദൈവസന്നിധിയിൽ വരുന്ന ഏവരോടുള്ള ബന്ധത്തിലും സ്തോത്രം, ഹല്ലേലൂയ, ദൈവവചനം മനസ്സിലാക്കിക്കൊള്ളണം. നാം കേൾക്കുന്ന വചനം ദൈവദാസന്മാരുടെ, ദൈവത്തിന്റെ ഭക്തന്മാരുടെ, ദൈവ മക്കളിലൂടെ ദൈവാത്മാവ് നമ്മോട് ഇടപെടുന്ന വചനം, സ്തോത്രം, അത് ദൈവത്തിന്റെ ആലോചനയാണ്. അത് വെറും പാഴ്വാക്കല്ല. സ്തോത്രം, നമ്മുടെ ദൈവം വെറുതെ ഒന്നും പറയാറില്ല. പരിശുദ്ധാത്മാവ് വെറുതെ സംസാരിക്കാറില്ല. ദൈവത്തിന് സ്തോത്രം. വചനം ഒന്നും വെറുതെ അല്ല. എല്ലാം സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നതും ആകാശം മാറിയാലും ഭൂമി മാറിയാലും എന്റെ വചനങ്ങൾക്ക് മാറ്റമില്ല എന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മോട് പറയുന്ന വചനം, ദൈവത്തിന് സ്തോത്രം. ദൈവവൈതലെ, അതെന്തിനു വേണ്ടിയുള്ളതാണെന്ന് അറിയാമോ? അത് തക്ക സമയത്ത് നിവർത്തിക്കാനുള്ളതാണ്. ഒരു സ്തോത്രം പറയാൻ കഴിയുമോ? ഈ കേൾക്കുന്ന വചനം ഇത് കേട്ടു പോകാനുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. ഇത് നമ്മൾ ഏറ്റെടുക്കാനുള്ള ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം. ദൈവസന്നിധിയിൽ വരുന്ന ഒരു ദൈവവൈതൽ, ആത്മാർത്ഥമായി ദൈവത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചിരിക്കും. നമ്മൾ ഒരുക്കത്തോടെ വരണമെന്ന് രാവിലെ കേട്ടല്ലോ. എങ്ങനെ വരണം? സ്തോത്രം. നമ്മൾ സമർപ്പണത്തോടെ, ഒരുക്കത്തോടെ വരുന്നു എങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാതെ പോകത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഒരുക്കം എത്രത്തോളം ഉണ്ടായിരുന്നു അത്രത്തോളം ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുക തന്നെ ചെയ്യും.
ആ സംസാരിക്കുന്ന വചനം നമ്മൾ ഓരോരുത്തരും, ഓരോ പ്രിയപ്പെട്ടവരും, യൗവനക്കാരും മുതിർന്നവരും ഒരുപോലെ മനസ്സിലാക്കണം. കേൾക്കുന്ന വചനം ദൈവത്തിന്റെ വചനമാണ്. ആ വചനം തക്ക സമയത്ത് നിവർത്തിക്കാനുള്ളതാണ്. അത് അവൻ പറഞ്ഞു എങ്കിൽ ദൈവം അത് നിവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. അത് വിശ്വസിക്കണം. സക്കറിയാവിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും പ്രിയ ദൈവവൈദ്യരെ സ്തോത്രം, അവനും ദൈവം മറുപടി കൊടുത്തു. മറിയ പറഞ്ഞു, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കും. ദൈവത്തിന് സ്തോത്രം. കേൾക്കുന്ന വചനം. നമ്മൾ പലപ്പോഴും സഭകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, എന്തെങ്കിലും ദൈവദാസന് ഒരു വചനം പറഞ്ഞാൽ അവനിട്ട് അവത്തി എന്ന് പറയും, അല്ലേ? സ്തോത്രം. അവക്കിട്ട് ഇന്ന് 2 കൊടുത്തു പാസ്റ്റർ, അല്ലെങ്കിൽ അവനിട്ട് 2 കൊടുത്തു എന്ന് പാസ്റ്റർ. പക്ഷെ എന്നോട് പറഞ്ഞില്ല കേട്ടോ, എന്നോട് സംസാരിച്ചിട്ടില്ല, എന്നോടുള്ള ദൂതും ആലോചനയൊന്നുമല്ല, അവനിട്ട് പറഞ്ഞതാണ്, അവന് കൊടുത്തു. വേണമെങ്കിൽ അവനെ കൂടെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്ന് നിനക്ക് 2 തന്നു സ്തോത്രം എന്നും പറഞ്ഞ് ജാക്കിയോടെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വെച്ചു കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അവനോടുള്ള ദൂതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ആ വചനത്തിന് മുമ്പിൽ, കർത്താവേ, ഞാൻ ആ വചനത്തിന് മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എനിക്കും ആ കുറവുണ്ട്, എനിക്കും ആ പോരായ്മയുണ്ട്. എന്നോട് ക്ഷമിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ കഴുകണമേ. ആ വചനത്തിന് മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന് സ്തോത്രം, അതിന്റെ പിന്നിലുള്ള വാഗ്ദത്തം നമുക്ക് നിവർത്തിച്ചു തരാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ പ്രിയ ദൈവവൈദ്യരെ, ഈ സത്വർത്തമാനം നിന്നോട് സംസാരിപ്പാനും നിന്നെ അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അതാ ദൈവദാസന്മാരുടെ മേൽ ദൈവത്തിന്റെ നിയോഗം. ദൈവജനത്തോട് സംസാരിപ്പാനും ദൈവജനത്തോടും അറിയിപ്പാനുമായിട്ട് വചനം കൊടുത്തിരിക്കുന്നു, വചനം തന്നിരിക്കുന്നു. പലപ്പോഴും നമ്മൾക്ക് ദൈവദാസന്മാർക്ക് പലപ്പോഴും പരിമിതപ്പെടുത്താൻ ശ്രമിക്കും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ എന്നാലും ഒരു കാര്യം മറന്നു പോകരുത്, ദൈവത്തിന് സ്തോത്രം, ഇതെന്തിനു വേണ്ടിയുള്ള ദൈവം നമ്മോട് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. സ്തോത്രം. മറ്റുള്ളവരെ അറിയിക്കാൻ, മറ്റുള്ളവരെ അറിയാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വചനമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഒരാരാധനയ്ക്ക് വന്നിട്ട് പരിശുദ്ധാത്മാവ് സംസാരിച്ചില്ല എന്ന് പറഞ്ഞ് ആരും പോകരുത്. ഒരു വാക്കെങ്കിലും ദൈവാത്മാവ് നമ്മോട് സംസാരിച്ചിരിക്കും. അത് ഏറ്റെടുത്ത് അനുസരിച്ചു പോയാൽ അത് പിന്നത്തേതിൽ ദൈവിക വാഗ്ദത്തം നിവർത്തിയാകും. സക്കറിയാവിന് വേണ്ടി ജനം കാത്തുനിന്നു. അവന് സംസാരിക്കാൻ പറ്റത്തില്ലെങ്കിലും കേട്ടു നിന്നവർക്കെല്ലാം, കണ്ടു നോക്കി നിന്നവർക്കെല്ലാം ഒരു കാര്യം ഉറപ്പായി, ദൈവം അവനോട് എന്തോ സംസാരിച്ചു. നിന്റെ ദൈവം എവിടെ എന്ന് നിത്യം പറയുന്നവരോട് മുമ്പിൽ, ഇടവിടാതെ പറയുന്നവരുടെ മുമ്പിൽ അവരെല്ലാം ഒരുമിച്ച് പറഞ്ഞു. ഇന്ന് സക്കറിയാവിനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. ദൈവം അവനോട് എന്തോ സംസാരിച്ചിട്ടുണ്ട്, ദൈവം അവനോട് ഇടപെട്ടിട്ടുണ്ട്. സ്തോത്രം. ദൈവ ശബ്ദം കേട്ടിട്ടാണ് അവൻ ഇറങ്ങി വന്നിരിക്കുന്നത് എന്ന് പറയാൻ കഴിയും. ഇന്ന് പകൽ പ്രിയ ദൈവവൈദ്യരെ, ഈ ഹോള് വിട്ട് പുറത്തു പോകുമ്പോൾ നിശ്ചയമായിട്ടും നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. സ്തോത്രം. പുറത്ത് കാണുന്നവർ പറയണം, എന്നോട് പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിച്ചു, അവനോട് സംസാരിച്ചു, ദൈവാത്മാവ് അവനോട് ഇടപെട്ടു എന്ന് പറയാൻ തക്കവണ്ണം ഇടയായിത്തീരണം. സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വായിച്ച വചനഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പറയണം, നമ്മൾ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രദ്ധ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മളെ എങ്ങനെയൊക്കെ ഇരുന്നാൽ പറ്റും, നമ്മൾ എത്ര തുള്ളിച്ചാടിയാൽ പറ്റും, എത്ര നൃത്തം ചെയ്താൽ പറ്റും, എത്ര കൈയടിച്ചാൽ പറ്റും, എത്ര ഉറച്ച് സ്തോത്രം ചെയ്താൽ പറ്റും. സ്തോത്രം. കൃപയാൽ സ്തോത്രം. നമ്മളിൽ പലർക്കും ആദ്യമായി വന്നവരുണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ പിതാക്കന്മാരിലൂടെ നമുക്ക് ഈ വലിയ ഭാഗ്യം ലഭിപ്പണ്ടക്കോണം ഇടയായി തീർന്നത് ഓർക്കുമ്പോൾ, ഒരു ദിവസം ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ, കാലത്തും വെട്ട് മുട്ടുമടക്കുമ്പോൾ കണ്ണുനീരോടല്ലാതെ സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ എഴുന്നേൽക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഇത്ര വലിയ ദൈവത്തെ, ഇത്ര അടുത്തിരിക്കുന്ന ദൈവത്തെ കിട്ടുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്
എന്റെ കുടുംബ ശ്രേഷ്ഠതയല്ല, എന്റെ ഭക്തിയോ പ്രാർത്ഥനയോ വിശുദ്ധിയോ ഒന്നുമല്ല. കൃപയാലാണ് ഈ വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ട് കണ്ണുനീരോടെ വേണം നാം ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. ദൈവത്തിന് സ്തോത്രം. എന്തെങ്കിലും കാര്യം സാധിക്കാനല്ല കരയേണ്ടത്. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത്, ദൈവന്റെ ഉപകാരങ്ങളെ ഓർത്ത്, ഈ വലിയ ദൈവത്തെ നമുക്ക് തന്നോർത്ത് സ്തോത്രം. ഒരു തുള്ളി കണ്ണുനീരോടെ സ്തോത്രം ചെയ്യാതെ എഴുന്നേൽക്കരുത് പ്രിയമുള്ളവരെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മൂത്ത മകനും കുടുംബങ്ങളുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് എപ്പോഴും പറയുന്നത് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. നമ്മളെല്ലാവരും ദൈവത്തിന് മഹത്വം. ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവസഭയിലും പറയുന്നത് ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവം ഇതെല്ലാം ഉപകാരങ്ങളെ ഓർത്ത് അറിവായ കാലം മുതൽ, ഓർമ്മ വന്ന കാലം മുതൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പൊ ഇത്ര അടുത്തിരിക്കുന്ന ദൈവം, നമ്മുടെ ദൈവം അകന്നിരിക്കുന്ന ദൈവം അല്ല. പലപ്പോഴും നമ്മളും ദൈവവും തമ്മിലുള്ള അകർച്ചയ്ക്ക് കാരണം എന്താണെന്ന് നമ്മൾ അറിയാം. നമ്മുടെ അകൃത്യങ്ങളാണ്, നമ്മുടെ ഒരുക്കമില്ലായ്മയാണ്. ഒരുക്കത്തെ കുറിച്ച് ഒരുക്കമില്ലായ്മയാണ് എന്ത് ദൈവത്തിന് നമ്മളോട് അടുക്കാൻ കഴിയാത്തത്. ആരെ ഒരുങ്ങി വരുന്നുവോ അവരോട് ദൈവാത്മാവ് അടുത്തു വരും. സ്തോത്രം. നിങ്ങൾ കുറ്റമേറ്റു പറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുമ്പോൾ ഞാൻ പോയി എന്റെ സ്ഥലത്തിരിക്കും. നിങ്ങൾ എന്ന് കുറ്റമേറ്റു പറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുമോ അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഹോശിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ദൈവം പറഞ്ഞു. സ്തോത്രം. എന്താ പറഞ്ഞത്? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് വന്നു. അതിന്റെ 13-ാമത്തെ അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിക്കും. ഒരു മനുഷ്യന്റെ അരിയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ മുഴുവനും യഹൂദ ഗൃഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആകേണ്ടതിന് എന്നോട് പറ്റിയിരിക്കുമാറാക്കി അവർക്കോ അനുസരിപ്പാൻ മനസ്സിലായില്ല എന്ന് യഹോവയുടെ ദൈവത്തിന് സ്തോത്രം. അപ്പൊ നോക്കണമേ, ദൈവം നമ്മോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ആ കാര്യമാണ് അവിടെ പറഞ്ഞത്. കച്ച ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തെ മുഴുവനും യഹൂദ ഗ്രഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവുമാകേണ്ടതിന് എന്നോട് പറ്റിയിരിക്കുമാറാക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മൾ ഒരുക്കത്തോടെ ദൈവസന്നിധിയിൽ വന്നാൽ, നമ്മൾ ദൈവത്തോട് പറ്റിയിരിക്കാൻ തയ്യാറായാൽ, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ ഒരുക്കപ്പെട്ടാൽ, ഇത്ര വലിയ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കുന്നത് ഓർക്കുമ്പോൾ നമ്മൾ എത്രയധികം സ്തുതിക്കുകയും വേണം പ്രിയമുള്ളവരെ. നമ്മൾ അങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചാൽ നമ്മൾ ആരാ? ദൈവത്തിന്റെ ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവുമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മൾ ആരാ? ആവർത്തന പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവം ജാതികൾ പറയും, നീ ആരാണ്? നമ്മൾ ആരാണ്? സ്തോത്രം. ഹല്ലേലൂയ. ആ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവയെ പ്രമാണിച്ചു നടപ്പീൻ, ഇത് തന്നെയല്ലയോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവുമായിരിക്കുന്നത്. അവർ ഈ കൽപ്പനകളൊക്കെയും കേട്ടിട്ട് ഈ ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകമുള്ള ജനം തന്നെ എന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവം നമുക്കൊരു പ്രമാണം തന്നു, ദൈവം നമുക്കൊരു നിയമം തന്നു, ദൈവത്തിന് വചനം തന്നു. നമ്മൾ അതിനെക്കുറിച്ചും കേട്ടുപോലെ ദൈവം തന്ന പ്രമാണം, ദൈവത്തിന്റെ ചട്ടം, ഉപദേശം, ഇത് നമ്മൾ പ്രമാണിച്ച് നടന്നാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ട സഹോദരങ്ങളല്ല പറയുന്നത്. സ്തോത്രം. ജാതികൾ പറയും നമ്മുടെ ശ്രേഷ്ഠത ആ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ, ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവും സ്തോത്രം. മാത്രമല്ല ജാതികൾ പറയും ഇവർ ശ്രേഷ്ഠ ജനം, ഇവർക്ക് വ്യത്യാസമുണ്ട്,
ഇവർ നമ്മളെപ്പോലല്ല. ഇവരിൽ പ്രത്യേകതയുണ്ട്. ഇവരോടുകൂടെ ഇവരുടെ ദൈവമുണ്ട്. സ്തോത്രം എന്ന് ജാതികൾ പറയുവാൻ തീരും. അതുകൊണ്ട് പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം ഒരു കാര്യം മറന്നു പോകരുത്. നാം ദൈവത്തിന്റെ വചനം അനുസരിച്ച് നടന്നാൽ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ, പരിഹസിക്കുന്നവരുടെ മുമ്പിൽ, ദുഷിക്കുന്നവരുടെ മുമ്പിൽ, വിമർശിക്കുന്നവരുടെ മുമ്പിൽ അവരുടെ നാവ് കൊണ്ട് തന്നെ നിനക്കെതിരെ എന്തെല്ലാം പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ടോ, എഴുതി പിടിപ്പിച്ചിട്ടുണ്ടോ, എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, അതിന്റെ എല്ലാം അതിൽ ഒരു ദിവസം തിരിച്ചു പറയും. ദൈവത്തിന് സ്തോത്രം. അവനോടുകൂടെ ദൈവമുണ്ട്. ദൈവം അവനോടുകൂടെ ഉണ്ട്. ദൈവ സാന്നിധ്യം അവനോടുകൂടെ ഉണ്ട് എന്ന് തിരിച്ചു പറയുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇന്ന് പകൽ ദൈവ സന്നിധാനത്തിലായിരിക്കുന്ന ദൈവ പൈതലെ, യാക്കോബ് സ്തോത്രം അപ്പന്റെ അമ്മയുടെ അടുക്കൽ ഓടിപ്പോകുന്ന പോക്കിൽ സ്തോത്രം ലൂസിൽ വെച്ച് സ്തോത്രം അവൻ ഒരു രാത്രി കിടന്നുറങ്ങി. അവൻ എല്ലാവരെയും വിട്ടുപോകുക, ഭയപ്പെട്ടു പോകുക. പക്ഷെ ആ വഴിയാത്രയിൽ, ആ രാത്രിയിൽ ദൈവാത്മാവ് അവനോട് ഇടപെട്ടു. ദൈവം അവനോട് സംസാരിച്ചു. അത് കേട്ടിട്ട് അവൻ പറയാം, യഹോവ ഇവിടെ ഉണ്ട്. സത്യം, ഞാനോ അത് അറിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ദൈവസാന്നിധ്യം ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ദൈവസന്നിധിയിലുണ്ട്. നമ്മോടുകൂടെ ദൈവസാന്നിധ്യമുണ്ട്. നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. യാക്കോബിനെ പോലെ നമ്മൾ അറിയാതെ സ്തോത്രം നമ്മൾ മുൻപോട്ട് പോവുകയായി. നമ്മെ ഒറ്റയ്ക്ക് ദൈവം വിട്ടിട്ടില്ല. പ്രതികൂലങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അനവധി വിഷയങ്ങളുടെ മുമ്പിൽ ഭാരപ്പെടുന്ന ദൈവവൈദ്യനെ, നേർന്ന ദൈവവൈദ്യനെ, എന്നോടുകൂടെ ആരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല, എന്റെ കാര്യത്തിന് ആരുമില്ലെന്ന് ഭാരപ്പെടുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് മകൻ പരിശുദ്ധാത്മ പറയെ, യാക്കോബ് പറഞ്ഞതുപോലെ യഹോവ ഈ സ്ഥലത്തുണ്ട്. സത്യം, ഞാനോ അത് അറിഞ്ഞില്ല. ദൈവം നമ്മോട് കൂടെ ഉണ്ട്, നാം അത് അറിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. അറിയാതെ യാത്ര ചെയ്യുകയോ, അറിയാതെ നമ്മൾ മുൻപോട്ട് പോകുക. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, നമ്മൾ നിരാശപ്പെടുന്ന, ഭാരപ്പെടുന്ന, വേദനപ്പെടുന്ന വിഷയം മറ്റാർക്കും അറിയത്തില്ലെങ്കിൽ, അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ പ്രിയപ്പെട്ടവർക്കോ അറിയാത്ത കാര്യം നന്നായി അറിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. ആ കർത്താവ് നമ്മെ അറിയുന്നു. അവന്റെ സാന്നിധ്യം നമ്മൾ കാണുവാൻ, അറിയുവാൻ ഇടയാകണം. നമ്മോടുകൂടെ ദൈവമുണ്ട്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത ദേശത്തേക്ക് കടന്നു പോകുകയാണ്. കടന്നു പോകുമ്പോൾ ചെങ്കടലിന്റെ കരയിൽ വന്നു. ചെങ്കടലിന്റെ കരയിൽ വന്നപ്പോൾ ഇസ്രായേൽ ജനം പുറകോട്ട് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയപ്പോൾ ഫറവോനും സൈന്യവും അവരെ ആക്രമിക്കാനായി വരുന്നു. അതുവരെ ദൈവ സാന്നിധ്യം അവരെ മുൻപിൽ പോയിക്കൊണ്ടിരുന്നതാണ്. മുൻപിൽ പോയിക്കൊണ്ടിരുന്ന ദൈവസാന്നിധ്യം എന്ത് ചെയ്തു? പെട്ടെന്ന് അവരെ പിന്നിലേക്ക് വന്നു. ഇന്ന് പകൽ ദൈവസന്നിധാനത്തിലായിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, നാം ദൈവസാന്നിധ്യം അനുഭവിക്കും. ഒരുപക്ഷെ ഇതുവരെ മുമ്പിൽ പോയിക്കൊണ്ടിരുന്ന ദൈവസാന്നിധ്യം ഇപ്പൊ മുമ്പിലില്ല. പ്രശ്നം വന്നപ്പോൾ മുമ്പിലില്ല. മുമ്പിൽ ചെങ്കടലാണ്, പിൻപിൽ മിസ്രയീമിലെ സൈന്യമാണ്. ദൈവ സാന്നിധ്യം ഇതുവരെ മുമ്പിൽ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ മുമ്പോട്ട് നോക്കുമ്പോൾ ദൈവ സാന്നിധ്യം കാണുന്നില്ല. ദൈവം മറന്നു കളഞ്ഞതല്ല, പോയതല്ല. ഇന്ന് പകൽ ദൈവ സന്നിധാനത്തിലായിരിക്കുന്ന ദൈവ പൈതലെ, അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒരു കാര്യം മറന്നു പോകരുത്. മുമ്പിലല്ല ഇപ്പോൾ നിനക്ക് സാന്നിധ്യം വേണ്ടത്, പുറകിലാണ്. ദൈവത്തിന് പുറകിലാണ്. ദൈവത്തിന്റെ ദൂതൻ പുറകിൽ വന്നു. എന്തെന്നറിയാമോ? ഇസ്രായേൽ ജനവും മിസ്രയീമിലെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം ദൈവത്തിന്റെ സാന്നിധ്യം അവരെ പിറകിൽ മാറി. അതിനകത്ത് ഒരു കാര്യങ്ങളുണ്ട്. ഇസ്രായേൽ ജനത്തിന്റെയും നടുവിൽ അവർക്ക് വേണമെങ്കിൽ ശത്രുവിന്റെ നേരെ തിരിഞ്ഞാക്രമിക്കാമായിരുന്നു. പക്ഷെ ദൈവം അത് അനുവദിച്ചില്ല. ഇവർ തമ്മിൽ അടുക്കാതെ, ഇസ്രായേൽ സൈന്യവും ഇസ്രായേൽ സൈന്യവും തമ്മിൽ അടുക്കാതെ ദൈവത്തിന്റെ ദൂതൻ അതിന്റെ നടുവിൽ വന്നത്. ഇന്ന് പകൽ ഒരു കാര്യം മറന്നു പോകരുത്. നമ്മളെ കൊണ്ട് പ്രിയ ദൈവ പൈതലെ, യുദ്ധം ജയിക്കട്ടെ. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അതുകൊണ്ടാ പുറകെ വന്നത് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. പലതിൽ നിന്നും ഒഴിഞ്ഞു മാറും.
ദൈവവചനം ഒഴിഞ്ഞു മാറണം, പ്രാർത്ഥനയോടെ ഒഴിഞ്ഞു മാറണം, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെയെങ്കിൽ നീ ചെയ്യേണ്ട യുദ്ധം സ്വർഗത്തിലെ ദൈവം ഏറ്റെടുക്കും. ആ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയ ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും അതിന്റെ നടുവിൽ നമ്മുടെ മുമ്പിൽ കർത്താവിന്റെ സാന്നിധ്യം കാണുന്നില്ല എന്ന് വിചാരിച്ച് ദൈവം നമ്മെ തള്ളിക്കളഞ്ഞിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല, കൈവിട്ടിട്ടില്ല. അവൻ നമ്മോട് കൂടെയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറന്നുപോകും. ഉത്തരം യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് കൂടെ ചേർന്ന് നടന്ന് അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവരെ ഉള്ളം കത്തിക്കൊണ്ട് ഞാൻ വേഗത്തിൽ നിർത്തി. അവർ പാർക്കുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം ദൈവത്തിന് സ്തോത്രം. കാര്യം അവരുടെ പാർപ്പിടത്തിലേക്ക് വന്നു. അവർക്ക് സ്വസ്ഥമാണ്, അവർക്കൊരു വീട്, അന്ന് രാത്രി വിശ്രമിക്കും. പ്രിയമുള്ളവരെ, ഒരു കാര്യം മറന്നു പോകും. നമുക്കൊരു സ്വസ്ഥത വരുമ്പോൾ, ഒരു വിശ്രമം വരുമ്പോൾ, നമുക്കെല്ലാ കാര്യങ്ങളും അനുകൂലമാകുമ്പോൾ കർത്താവ് അല്പം മുമ്പോട്ട് പോകുന്ന ഭാവം കാണും. അല്പം മുമ്പോട്ട് പോകുന്ന ഭാവം കാണും. ആർക്ക് വേണം? അവർ പറഞ്ഞില്ല, ഇന്ന് രാത്രി ഞങ്ങളോട് ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, ഭൗതികമായി, ലൗകികമായി, ലോകപ്രകാരം അനുഗ്രഹിക്കപ്പെടുമ്പോൾ, നന്മ അനുഭവിക്കുമ്പോൾ നമുക്ക് കർത്താവിനെ വേണ്ടാതെ വരരുത്. കർത്താവിന്റെ സാന്നിധ്യം വേണ്ടാതെ വരരുത്. കർത്താവിന്റെ സാന്നിധ്യം വേണം. അതുകൊണ്ട് അവനെ നിർബന്ധിക്കണം, ഞങ്ങളോട് വന്ന് പാർക്കും. ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് നേരിട്ട് നിശ്ചയമായും പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിനെ കൂടാതെ ഒരു നിമിഷം നമുക്കുണ്ടാകുന്നു. നമ്മുടെ കർത്താവിനോടുകൂടെ നമ്മുടെ ജീവിതാന്ത്യം വരും. അവരെന്ന വിശ്വസ്തനാണ്. മാത്രമല്ല പ്രിയമുള്ളവരെ, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാണ്. അവനവരെ കണ്ണുനീരെല്ലാം ദുഃഖങ്ങളോടെല്ലാം നമ്മളെ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകും. ആ പാർപ്പിടത്തിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ദൈവം തന്നു. ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിൽക്കാൻ നമുക്ക് കഴിയട്ടെ. അതിനായി എത്തിച്ചു കൊടുക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വെറുതെ നിൽക്കുന്ന കർത്താവിന്റെ ദാസനും സർവ്വ നന്ദി.